ഉണ്ണി ആ മത്തപ്പ് കത്തിക്ക്. ആ ശരി ഏട്ടാ. ആ അത് നോക്കി നിൽക്കാതെ കത്തിക്കും മോളെ, കത്തിക്ക്. ഈ വർഷേ മൊത്തം വെളിച്ചമായിരിക്കും മോളുടെ ജീവിതത്തില്. എന്നുവെച്ചാ എന്റെ മോളെ അല്ലേ ഞാൻ കളിയണ്ടേ, അതിന്റെ ഐശ്വര്യേ ഇന്ന് പോലും തുടങ്ങുക. ആ കത്തിക്ക് കത്തിക്ക് മോളെ. ഇത് കത്തുന്നില്ലല്ലോ അച്ഛാ. തണുത്തു പോയ മോളെ. ഇതൊന്ന് കത്തിച്ചു കൊടുക്കടാ. കത്തുന്നില്ല. മോള് മറിയോ. ആ അയ്യോ ഓ ഓ ഓ എന്താടാ? എന്താ? ഏയ്, എന്റെ കൈ പൊള്ളി. അയ്യോ കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ മത്താപ്പ് എടുത്ത് വെച്ചാ. എടി, നോക്കിക്കാ ഇത്തിരി ഐസ് എടുത്തോണ്ട് പോടി. വേഗം ചെല്ലടി. ആ ഓ അയ്യോ ഓ ആ ആ ഓ പ്രതാപ, ഓ അമ്മേ. ഒത്തിരി പൊള്ളിയാടാ. ഒന്ന് നോക്കട്ടെ നോക്കട്ടെ. അയ്യോ, നന്നായി പൊള്ളി വെച്ചാ. വേണ്ട, നല്ല നീട്ടുള്ളൂ മോളെ. ആ അയ്യോ ഐസ് എടുക്കാൻ പോയി അവിടെ പോയി കിടക്ക. ഒന്ന് വേഗം നടത്തോണ്ട് വാടി. വരുന്നു. വേഗം കൊണ്ടുവാടി. അങ്ങോട്ട് വെച്ചേ. രാവിലെ നല്ല കടിയായിരുന്നു, അതിനടക്കാം ഇവളെത്തിയത്. എടി, നിന്നെ കണ്ടതോടെ സകല ഐശ്വര്യം പോയടി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിന് എന്നെയല്ലല്ലോ ആദ്യം പ്രതാപേട്ടൻ കണി കണ്ടത്. എടി, നീ കാഴ്ച കാണാനായിട്ട് വന്ന് നിന്നല്ലോ. എടാ പ്രതാപ, ഇവിടെ മോളെ നമ്മൾ കുറ്റപ്പെടുത്തിയില്ലേ? അതിന് ഇവള് പ്രാഗീതാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറ്റിയേ. എന്നാലും സ്വന്തം സംസാരവും പ്രവൃത്തിയും തെറ്റാണെന്ന് സമ്മതിക്കരുത്. പോടി, കേറിപ്പോ. വിഷുവായിട്ട് വെറുതെ എന്റെ നാവിന് പണിയുണ്ടാക്കരുത്. കേറിപ്പോടി. അതിങ്ങോട്ട് കൊടുത്തിട്ട് പോടി. പോക്കേണ്ടില്ലേ? വേദന ഉണ്ടോ അച്ഛാ? ഇല്ല മോളെ, കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയോ ദോഷങ്ങളുണ്ടായിരുന്നു. ഇതുകൊണ്ടങ്ങ് തീർന്നെന്ന് കരുതിയാ മതി. മോളെ, അമ്പലത്തിൽ പോകാനായിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്തോണ്ട് വാ. പോയി കൊടുത്തോണ്ട് വാ. അതിങ്ങിതാ ഇങ്ങതാ. ഇതാടാ, ഇതൂടെ വെച്ച് വെച്ച് ആ ചെല്ലു മോളെ. അയ്യോ പ്രതാപ, പ്രതാപ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ശബത്തി കുത്തരുതമ്മേ. ഇനിയിപ്പോ ഞാൻ ഏതായാലും അമ്പലത്തോട്ടൊന്നും വരുന്നില്ലേ. അമ്മ മോളെയും കൊണ്ടു പോയിട്ട് വാ. ഓ ശരിയടാ. ഇതുപോലെ അവിടെയും പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അവളുടെ ദേഹം മുഴുവൻ അങ്ങ് പൊള്ളിയാ മതിയായിരുന്നു. ആ ലക്ഷ്മിയുടെ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.